ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചക്കക്കുരു കൊണ്ട് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ചക്കക്കുരു കൊണ്ടൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. ഉണ്ടാക്കാൻ പറ്റും, അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു കഴുകിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ചക്കക്കുരു നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടച്ചു വെച്ച് കൂടിയ തീയിൽ ഒരു വിസിലും കുറഞ്ഞ തീയിൽ ഒരു വിസിലും കൊണ്ട് നമുക്ക് ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ചക്കക്കുരുവാണിത്. ഇത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഒന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിന്റെ പുറത്തെ തൊലി ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ചക്കക്കുരുവിന്റെ പുറത്തെ ആ ഒരു വെള്ളത്തൊലി നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ചക്കക്കുരു നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രെഡിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലോറോ മൈദയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങ് നന്നായിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്ത ചക്കക്കുരുവും ബ്രെഡും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കഷ്ണം സവാള ചെറുതായി അരിഞ്ഞതും 1/4 കപ്പ് മല്ലിയിലയും ഒരു ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കോൺഫ്ലോറോ മൈദയോ ആണ് ചേർക്കുന്നതെങ്കിൽ ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ ചേർത്താൽ മതി. നമ്മൾ വെജിറ്റബിൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങിന്റെ മിക്സ് കുഴച്ചെടുക്കുന്നത് പോലെ വേണം ഇതും കുഴച്ചെടുക്കാൻ. ഇനി ഇത് കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ ആദ്യം തന്നെ ഉരുള ഉണ്ടാക്കി അതിനുശേഷം നമ്മൾ കട്ട്ലറ്റിനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് ഒരു ഷേപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്ര എണ്ണയെ വേണ്ടു, നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മിക്സ് മുഴുവനായിട്ടും ഇതുപോലെ പരത്തി കൊടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തും ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ചക്കക്കുരുവൊക്കെ ഓൾറെഡി വെന്തതാണ്, അതുകൊണ്ട് തന്നെ ഒന്നും വെന്ത് കിട്ടാനുള്ള ടൈമൊന്നും ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തം കുക്കിംഗ് ടൈം ഒരു 4 മിനിറ്റ് ഒക്കെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അധികം എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ ഇത് 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു വെജ് കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ്. ഇത് ചക്കക്കുരു വെച്ച് ഉണ്ടാക്കിയതാണെന്ന് ആർക്കും മനസ്സിലാകില്ല. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആയിരിക്കും. ചക്കക്കുരു വെച്ച് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തിയും ആണ്. അപ്പോൾ ചക്കക്കുരു വീട്ടിലുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.